ഇന്ന് 15/12/2024 MES മമ്പാട് കോളേജിൽ 1993-95 കാലഘട്ടങ്ങളിൽ പഠിച്ച പ്രിയ കൂട്ടുകാർ ഒരുമിച്ച ഒരു സുന്ദര ദിനം. 6ാം തവണയാണ് കൂടെ പഠിച്ച കൂട്ടുകാരിങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് വണ്ടൂർ അമ്പലപ്പടിയിലെ പുഷ്പാഞ്ജലിയിലാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം, നീന്തൽക്കുളമൊക്കെ ഉണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. കാലം തന്ന ഓർമ്മകൾ ഇന്നുമുണ്ട് നെഞ്ചിൽ, അത് ഓർത്ത് ഞാനൻ കൽവിൽ തേങ്ങലുണ്ട് എന്നും. കാലം തന്ന ഓർമ്മകൾ ഇന്നുമുണ്ട് നെഞ്ചിൽ, അത് ഓർത്ത് ഞാനൻ കൽവിൽ തേങ്ങലുണ്ട് എന്നും. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. चाहे जो तुम्हें पूरे दिल से मिलता है वो मुश्किल से, ऐसा जो कोई कहीं है बस वो ही सब से हंसी है. उस हाथ को तुम थाम लो, वो मेहरबान कल हो न हो. हर घड़ी बदल रही है रूप जिंदगी, छाँव है कभी कभी है धूप जिंदगी. हर पल यहाँ जी भर जियो, जो है समा. അപ്പോൾ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു വലിയൊരു വിശദീകരണം മുജീബിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ വന്നത്, അതിൻ്റെ റൂട്ട് എന്താണെന്നുള്ളത്. നമ്മളെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഫൈസലിൻ്റെ ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ തുടക്കം. അന്ന് ഉണ്ടായ ഒരു ചെറിയ വെല്ലുവിളി അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് നമ്മളിന്ന് മൂപ്പിച്ച് വിട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് ഒരു ചെറിയ രീതിയിലൊരു പ്ലാനിങ് വന്നു. ആ പ്ലാനിങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇതുവരെ കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആണിക്കല്ല്, അത് ചുക്കാൻ പിടിച്ചത് മൊത്തം നമ്മളെ ജെസ്സിയാണ്. ഇതിന് ഫസ്റ്റ് നമ്മൾ ഒരു കയ്യടി കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജെസ്സിക്ക് തന്നെയാണ്. ഇതിൻ്റെ നമ്മൾ ഇത് നല്ല കേട്ടോ, നമ്മളെ എല്ലാ തന്നെ നമ്മൾ ജെസ്സിനെ അംഗീകരിക്കണം. ജെസ്സി വാ. കൈ വെച്ച് കൊടുക്ക് രണ്ടുപേരും കൂടെ. അടിപൊളി. ഓ ഓ ഓ ഓ ഓ ഓ. എല്ലാരും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ആൾക്കാര് എത്തിയിട്ടുണ്ട്. കാരണം എല്ലാരും വിളിച്ചപ്പോഴും ഓരോരോ ഒഴിവുകഴിവുകള് പറഞ്ഞിരുന്നു. ഓരൊക്കെ എല്ലാരും എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇടക്ക് എല്ലാവർക്കും കൂടാന്ന് പറഞ്ഞാൽ അതൊരു സുഖല്ല പരിപാടിയല്ലേ. അവൻ വന്നില്ല, അവന്റെ ഏജ് ഗ്രൂപ്പിൽ ആളുണ്ടാവില്ല പറഞ്ഞിട്ട് വന്നില്ല. പിന്നെ മൂത്തവൻ മോഹസിൻ, അവൻ നമ്മുടെ കണ്ണൂര് കാളിയാവ് കറുത്തേനുള്ള ഡെക്സ്ഫോർഡ് എന്ന സ്ഥാപനത്തിൽ PGDM പഠിക്കുന്നു. അതായത് MBA ആണ്, എത്ര അഡ്വാൻസ്ഡ് MBA. പാലേമാട് SVHS ടീച്ചറാണ്. പിന്നെ 2 മക്കളാണുള്ളത്. അത് നിവേദ്, അക്കു എന്ന് വിളിക്കും. 6ാം ക്ലാസ്സിലാണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിലമ്പൂര് പഠിക്കുകയാണ്. പിന്നെ മൂത്ത ആള് നിരഞ്ജൻ, അവൻ 10ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ പാലേമാട് സ്കൂളിൽ തന്നെയാണ്. പിന്നെ എൻ്റെ ഫാമിലി പരിചയപ്പെടുത്താൻ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ S2Bയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒക്കെ ഇവിടെ സ്വണ്ണരാണുള്ളത് അല്ലേ. അതൊക്കെ
ഞാൻ എപ്പോഴും ജെസ്സിന്റെ കൂടെ ഒരു നിഴലായിട്ട് എന്നും കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലായിരുന്നെങ്കിലും അന്നൊരു വൈസ് ചെയർമാനായിട്ടൊക്കെ മത്സരിച്ചിട്ടുണ്ട്. വൈസലിനൊക്കെ ഓർമ്മയില്ല വൈസല? ആ ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് പോയി. ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ HS പാറൽ മമ്പാട്ടുമൂല ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കൗൺസിലറാണ്. പിന്നെ അതേപോലെ അങ്ങനെ പോകുന്നുണ്ട്. അടിച്ചു പൊളിച്ച് എപ്പോഴാണ് നമുക്ക് എന്താ പറയാ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളൊരു പോളിസി ഉള്ള ആളാണ്. ഇന്ന് ജീവിക്കുന്നത് അടിച്ചു പൊളിച്ച് ജീവിക്കുക, നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചെറിയ 2 കുട്ടികളുണ്ട്. ഒരിപ്പോൾ വരുമായിരിക്കും. ഒരു വന്നു കഴിഞ്ഞാൽ മിക്കവാറും മൈക്കിയും എല്ലാവരും കൈക്കലാക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് പിന്നെ അവരെത്തിയിട്ടവരൊക്കെ പരിചയപ്പെടുത്താം. അപ്പോൾ എനിക്ക് പിന്നെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ട്. അതെ ഇങ്ങോട്ട് ചെല്ല. പേര് രാധാകൃഷ്ണൻ എന്നാണ്. നമസ്കാരം. ഇത് അഷ്റഫ് എന്നാണ്. വീട് ഇപ്പോൾ നേരത്തെ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അളങ്കൂറായിരുന്നു. തൊട്ടടുത്ത് 2 കിലോമീറ്റർ അപ്പുറത്ത് കാരക്കുന്നായിരുന്നു. ബോർഡർ തന്നെയാണ്, പക്ഷെ ഇപ്പോൾ കാരക്കുന്നാണ് താമസം. മക്കൾ 4 പേരാണ്. 4 പേരും വന്നിട്ടുണ്ട്. വലിയ മോള് ഇപ്പം +2 കഴിഞ്ഞിട്ട് ബിടെക്കിന് തൃശ്ശൂർ പഠിക്കുകയാണ്. സിവില്. രണ്ടാമത്തെ മോള് 10ാം ക്ലാസ്സിലാണ്. വലിയ മോള് നജ, മറ്റേ മോള് നജ. മൂന്നാമത്തെ നാഫി 8ാം ക്ലാസ്സിലാണ്. നാസി 2ാം ക്ലാസ്സിലാണ്. ആരാണ് കുക്ക്? 2 ജസീല. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഫുഡ് എങ്ങനെയുണ്ട്? സത്യം പറയണം. ഇപ്പോൾ ഗൾഫിലാണ് ജോലി. ഒരു ഭാര്യ, 3 ആൺമക്കൾ. എവിടെ ഭാര്യ ഒരു കൈ ഒന്നിച്ച അതാണ്. അങ്ങോട്ട് നോക്കി പറയും. ജാൻടോണി 4ാം ക്ലാസ്സിലാണ്. പേര് ഉമ്മൈബ. അറിയാലോ എല്ലാവർക്കും. അത് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. എത്ര തവണ കൂടി എവിടെയൊക്കെ പോയി എന്നല്ല ഞാൻ ആദ്യമായിട്ടാണ് എനിക്കറിയുള്ളൂ. അതിനുള്ള ക്രെഡിറ്റ് ഞാൻ ജെസ്സിക്ക് കൊടുക്കുന്നു. ജെസ്സിയാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് ഇട്ടതും ഇന്ന് ഇവിടെ വരാനുള്ളൊരു കാരണക്കാരൻ ജെസ്സി മാത്രമാണ്. ജെസ്സി മാത്രമാണ് അതിനൊരു കാരണക്കാരൻ. പിന്നെ എന്താ ചെയ്യുക, എൻ്റെ വീട് പെരിന്തൽമണ്ണയാണ്. സ്വന്തം വീട് പാണ്ടിക്കാട്. സാറിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടി പോകണം. കിഴാറ്റൂർ ഏകദേശം അടുത്തായിട്ട് വരും. കല്യാണം കഴിഞ്ഞ ചെറുകരയാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ താമസം. എനിക്ക് ഹസ്ബൻഡ് 2 മക്കള്. ഹസ്ബൻഡ് ഫാർമസിസ്റ്റാണ്. മെഡിക്കൽ ഷോപ്പ് നമ്മളവിടെ ഹോൾസെയിൽ റീറ്റെയിലായിട്ട് പെരിന്തൽമണ്ണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള്. പിന്നെ മക്കള് മോള് കല്യാണം കഴിഞ്ഞു. ഞാൻ S2 കഴിഞ്ഞായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ജെസ്സിയാണ് കൊണ്ടുവരുന്നത്. മൊയ്ബാനെ കണ്ടു. അപ്പോൾ 3 മക്കളുണ്ട്. വലിയ മോള് B.Pharm കഴിഞ്ഞിപ്പോൾ ദുബായിലാണ്. രണ്ടാമത്തെ B.Com കഴിഞ്ഞു. പിന്നെ ചെറുത് 9th. അപ്പോൾ കൂട്ടുകാരെ ഇന്നെല്ലാവരും കണ്ടതിൽ സന്തോഷം. വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു. തീരെ സൗണ്ടില്ലായിരുന്നു ഇന്നലെ. ഇന്ന് കുറച്ചൊക്കെ സൗണ്ട് കൂടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടൂർ സ്റ്റേഷനിലാണ്. ഒരു ചെറിയ ആണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. എനിക്ക് ഹസ്ബൻഡും ചെറിയ മോള് എവിടെയൊക്കെയാണ് കാണാനുള്ളത്. പിന്നെ ചെറിയ മോള് വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് കോട്ടയത്തെ HM ആണ്. വലിയ ആള് +2. പിന്നെ കോഴിക്കോട് സൈലത്തിലാണ് ഇന്റഗ്രേഷൻ.
അസ്സലാമലൈക്കും. നമസ്കാരം. ഞാൻ ഹസീന. എൻ്റെ വീട് സ്വന്തം വീട് വണ്ടൂര്. കല്യാണം കഴിച്ചത് എടവണ്ണ താമസം മുണ്ടേങ്ങരയാണ്. ഇത് ഹസ്ബൻഡ് ബിസിനസ് ചെയ്യാണ്. പിന്നെ 3 മക്കള്, വലുത് മോള്, പിന്നെ 2 ആൺകുട്ടികള്. മോള് MBBS കഴിഞ്ഞതാണ്, അവിടെ ദുബായിലാണ്. പിന്നെ 2 ആൺകുട്ടികൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അൽഹംദുലില്ലാ സുഖം. എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ കാരണം ജെസ്സി തന്നെയാണ്. ജെസ്സി എന്ത് വിചാരിക്കുന്ന ഇറങ്ങി വന്നത്. കുറേ പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ പോയിട്ടില്ല. മതിയാണ് കാരണം, വേറെ ഒന്നല്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സാദിഖാണ്, പാണ്ടിക്കാട്. എന്നെ കൂടുതൽ ആൾക്കും അറിയില്ല, കുറച്ച് കാലം കോളേജിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങ് പോയി. ഞാൻ കല്യാണം കഴിച്ച ആളാരെന്ന് വെച്ചാൽ ജെസ്സിയാണ്. ഇവിടെ ഒരുപാട് ജെസ്സിമാരുണ്ട്. അപ്പൊ എന്താ പറയാ, ആ ജെസ്സിനെ നിങ്ങൾക്ക് അറിയിക്കരുന്നു. ജെസ്സിന്റെ വീട് പാണ്ടിക്കാട് കൊണ്ടിപ്പറമ്പാണ്, നമ്മുടെ ഉമ്മൈഭാന്റെ വീടിന്റെ അടുത്താണ്. 3 മക്കളാണ്. വലിയ മോളെ ഹോമിയോ ഡോക്ടറായി, ഇപ്പോൾ ഇന്റേൺഷിപ്പാണ് 1 വർഷം. ഡോക്ടർ പടിയാർ കോളേജിലായിരുന്നു എറണാകുളത്ത്. 2ാമത്തെ മോനാണ്, അവന് ഡിഗ്രി കഴിഞ്ഞു. ഇപ്പോൾ PSC കോച്ചിങ്ങിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, അതുപോലെ PG ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട്. പിന്നെ ഒരു മോളുണ്ട്, +1 ആണ്. അപ്പോൾ നമ്മളെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. നറുക്കെടുപ്പ് 3 നറുക്കാണ് എടുക്കുന്നത്. 1, 2, 3 അങ്ങനെ 3 നറുക്കെടുപ്പ്. അതിനുള്ള സമ്മാനം നമ്മുടെ സുഹൃത്ത് സാദിയുടെ വകയാണ്. ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട്, ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. നമുക്ക് ആദ്യം നറുക്കെടുപ്പ് തുടങ്ങാം അല്ലേ സാദി? നറുക്കെടുപ്പ് തുടങ്ങാം അല്ലേ? അതിനകത്ത് കൈയിട്ട് ഒറ്റ മാത്രം എടുക്കുക. എടുത്തോ? ഓക്കെ, നീ കണ്ടു തുറന്നോ. ലിസ്റ്റ് എവിടെ അടുത്ത് ലിസ്റ്റ് ഉണ്ടല്ലോ, നോക്കൂ. അനൗൺസ് ചെയ്യാറാ? അപ്പൊ നമ്പർ പറയും. നമ്പർ 6. നമ്പർ 6 അതാ 6. നമ്പർ 6 നൗഷാദ്. ഒന്ന് എടുത്തോ. നീ മുജിവാക്കാൻ്റെ അടുത്ത് കൊടുത്തോ. നമ്പർ 8 ഹസീന. നമ്പർ 12 ഫൈസൽ. ഏറ്റുവാങ്ങാണ്. ഒരു വാച്ചാണ്. ഓ അടിപൊളി സമ്മാനം. അതാ ഹസീനാക്ക് ഒരു സമ്മാനം. അതാ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും, തുറന്ന് കാണിച്ചു കൊടുക്കും. വാ ഫൈസലിനുള്ള സമ്മാനാണ് 3ാമത്തത്. വാ, ഒരു കീച്ചെയിൻ ഒരു ചെയിൻ. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. കാലം തന്ന ഓർമ്മകൾ ഇന്നുമുണ്ട് നെഞ്ചിൽ, അത് ഓർത്ത് ഞാനൻ കൽവിൽ തേങ്ങലുണ്ട് എന്നും. കാലം തന്ന ഓർമ്മകൾ ഇന്നുമുണ്ട് നെഞ്ചിൽ, അത് ഓർത്ത് ഞാനൻ കൽവിൽ തേങ്ങലുണ്ട് എന്നും. എന്റെ കലാലയം എത്ര സുന്ദരം, മനസ്സിൽ നിന്നും മായുകില്ല ആ കലാലയം. പേര് പറയും. ഷബാബ്ന, ജസീല, ഹസീന, ഷെറീന, പ്രിയ, സിനി, ഷനവാസ്, ടോണി, അഡ്വാൻസ് ടോണി, രഘു, മുജീബ്.
ഹൃദയം താനേ പാടും മണിമൂലം നാടാകലേ കാടാകലേ ഉറങ്ങണ്ട. കടൽ കാട്ടിൽ മധുരമായി പാടും മണിശങ്കുകളാൽ കാതിൽ മഴയായി പാടുകാറ്റേ കടലേ. താളം പൂമണമിതു നാമെന്നും പറയാതെ ഓർത്തിടും അനുരാഗകാലം പോലെ താളം പൂമണമിതു നാമെന്നും പറയാതെ ഓർത്തിടും അനുരാഗകാലം പോലെ ഒരു കുത്തുകൂടം ഇതാ ഒരു കുത്തുകൂടം ഇതാ മലർക്കൊമ്പിലേതോ